കല്യാണം കഴിഞ്ഞ് പോന്നു കഴിഞ്ഞാൽ സ്വന്തം വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വരുമെന്ന് കേട്ടാൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ. അങ്ങനെ ഒരു ദിവസമാണ് ഇത്. എൻ്റെ വീട്ടിൽ നിന്ന് ആൻറ്റി മാമനും ചേട്ടനും ചേച്ചിയും പിള്ളേരും എല്ലാം വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ കറങ്ങാൻ പോകുമെന്ന് പറഞ്ഞ് നേരെ കടമക്കുടിക്ക് പോയിട്ടോ. അവിടെ ചെന്നപ്പോൾ ചേട്ടൻ വലയിട്ട് പിടിച്ച ചേട്ടൻ ചൂണ്ടിയിട്ട് പിടിച്ച പള്ളത്തി മീനൊക്കെ കണ്ട് കുറേ ദൂരം കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ അങ്ങനെ നടന്നേ. പിന്നെ അവസാനം വേറൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ബോട്ടിങ്ങിന് കയറാൻ തീരുമാനിച്ചു കേട്ടോ. ചെന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞ സീറ്റൊന്നും 200 രൂപ എന്ന്. അപ്പോൾ ഞങ്ങൾ കയറണം വേണ്ടിയെന്ന് ആദ്യം ഒന്ന് ആലോചിച്ചെങ്കിലും പിന്നെ ഞങ്ങൾ എല്ലാവരും കയറിയപ്പോൾ മുതൽ കുഞ്ഞാവ് കിടന്ന് ഭയങ്കര കരച്ചിലായിരുന്നേ. കരച്ചിലെന്ന് പറഞ്ഞാൽ തിരിച്ച് ബോട്ട് അടുപ്പിക്കുന്നവരെ അവൾ കരച്ചിലായിരുന്നേ. കാഴ്ചകളൊക്കെ ആദ്യം കാണാമെന്ന് പറഞ്ഞ് ഞാനും പൊന്നും ആദ്യത്തെ സീറ്റ് പിടിച്ചു കേട്ടോ. അതൊരു വലിയ മണ്ടത്തരായിരുന്നു പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. വെയിൽ കൊണ്ട് ഞങ്ങൾ കരിഞ്ഞു പോയി കേട്ടോ. കാണുന്ന ഭംഗിയൊന്നും ഈ ബോട്ട് യാത്രയ്ക്കില്ല കേട്ടോ. വീഡിയോയിൽ കാണുന്ന ഭംഗിയുള്ളൂ. വിശന്ന് പടുത്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കടമക്കുടി ഷാപ്പിൽ പോകാമെന്ന് പറഞ്ഞ് കുറേ ദൂരം നടന്ന് ഷാപ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വേലിയേറ്റം കാരണം മുറ്റം മുഴുവൻ വെള്ളം കയറി ചീഞ്ഞ് കിടക്കായിരുന്നേ. കല്യാണത്തിനൊക്കെ കസേരയുടെ പുറകിൽ നിന്ന് സീറ്റ് പിടിക്കുന്ന പോലെയാണ് ഞങ്ങൾ 1.5 മണിക്കൂർ കാത്തു നിന്ന് സീറ്റ് പിടിച്ചത് കേട്ടോ. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ചേട്ടൻ പറയാം ഫുഡെല്ലാം തീർന്നെന്ന്. ആ ഒരു വിഷമത്തിൽ ഒരു കുപ്പി കള്ളും മേടിച്ച് ഞങ്ങൾ നേരെ തിരിച്ച് നടന്നേ. പിന്നെ അവസാനം വിശപ്പ് മാറ്റണമല്ലോ, അതാണല്ലോ മെയിൻ. അങ്ങനെ ഞങ്ങളൊരു കടയിൽ കയറി ഒരു ഫുൾ കുഴിമന്തിയൊക്കെ ഓർഡർ ചെയ്ത് വയറ് നിറച്ച് കേട്ടോ. പിന്നെ അവസാനം രാത്രിയായി തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അങ്ങനെ ടാറ്റയൊക്കെ കൊടുത്ത് അവരെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോന്നേ.